തിരുവല്ലയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ പിടിയിലായ ജവാദ് വർഷങ്ങളായി പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. പെൺകുട്ടിയെ തിരുവല്ലയിലേക്ക് മാറ്റിയത് യുവാവിന്റെ ശല്യം കാരണം. ഇന്നലെ ജവാദിന്റെ സുഹൃത്ത് വിളിച്ച് ജവാദിന്റെ ഫോണിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടതായും പെൺകുട്ടിയുടെ അമ്മ. ഒരു കൂട്ടുകാരന് ഞാൻ കോട്ടയത്ത് ലോട്ടറി കടയിൽ പോയേക്കുമായിരുന്നു. അപ്പം അവന്റെ ഒരു കൂട്ടുകാരന് എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ജവാദിനെ വിളിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ജവാദിനെ വിളിച്ചു. വിളിക്കുമ്പോ ഇവള് കൊച്ചാ ഫോൺ എടുക്കുന്നത്. അവള് ഫോൺ എടുത്തിട്ട് അവളെന്നോട് പറഞ്ഞു, അമ്മച്ചി ഇവന് ഇവിടെ ഭയങ്കര സീനുണ്ടാക്കുക, എനിക്കൊരു ഫോൺ വന്ന് ഞാൻ എറിഞ്ഞ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനപ്പോ അവനോട് പറഞ്ഞു അവന്റെ ഫോൺ നീ എന്തിനാ അവൾക്ക് ഫോൺ കൊടുത്തു, അവൾക്ക് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം, ഈ ആവശ്യമില്ലാതെ അവളെ നമ്മൾ ശല്യം ചെയ്യല്ല, അവൾക്ക് ഇപ്പൊ ഫോണിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. അവിടുന്ന് പോവാൻ പറഞ്ഞു. അപ്പഴാ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാൻ പറ്റുമെന്നും പറഞ്ഞു. അവള് പോവുകയും ചെയ്തു വീട്ടിലോട്ട്. പിന്നെ സാമ്പാത്ത് വെച്ച് എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവള് ഷാളെടുത്ത് അടുക്കള അവിടെ ഷാളെടുത്ത് തെറ്റി തൂങ്ങി. അന്നേരം ഇവനെ വിളിച്ച് പറയുകയും ചെയ്തു, ഞാൻ പോവാന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, ഈ പെൺകുട്ടിയെ നിരന്തരം ഈ യുവാവ് ജവാദ് ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ട് തന്നെയാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നതിനൊപ്പം CPI സംഘടനയുടെ സജീവ പ്രവർത്തകനുമായിരുന്നു ഈ ജവാദ് എന്നുള്ള വിശദാംശങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ കൂടുതൽ ദുരൂഹത നിലനിൽക്കുകയാണല്ലേ? അതായത് ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ മരിച്ച അപർണ രമേശിന്റെ അമ്മയുടെ ഒരു ശബ്ദ സന്ദേശമാണ്. ആ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഈ ജവാദ് എന്ന് പറയുന്ന യുവാവ് ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. ഒപ്പം ഇവർ വായ്പൂർ സ്വദേശികളാണ്. ഈ പയ്യനും ഈ പെൺകുട്ടിയും അടക്കം വായ്പൂർ സ്വദേശികളാണ്. ഈ ജവാദിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് പെൺകുട്ടിയെ വായ്പൂരിൽ നിന്നും തിരുവല്ലയിലേക്ക് സ്ഥലം മാറ്റിയത്, അല്ലെങ്കിൽ അവിടേക്ക് പഠിപ്പിനായിട്ട് മാറ്റിയതെന്നാണ് അമ്മ പറയുന്നത്. തിരുവല്ലയിൽ ഒരു ബന്ധുവീട്ടിൽ നിന്നുകൊണ്ടായിരുന്നു പെൺകുട്ടി പഠിച്ചിരുന്നത്. അവിടെ എത്തിയും ഇയാൾ ശല്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഒപ്പം ഇന്നലെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ അമ്മ കോട്ടയത്ത് ഒരു ലോട്ടറി കടയിലെ തൊഴിലാളിയാണ്. അവർക്കൊരു ഫോൺ വരുന്നു. അതായത് ജവാദിന്റെ സുഹൃത്താണ് വിളിക്കുന്നത്. അയാൾ പറയുന്നു ജവാദിനെ ഉടനെ നിങ്ങൾ വിളിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ജവാദിനെ അമ്മ ഫോൺ വിളിക്കുന്നു. അപ്പോൾ ഫോൺ ജവാദ് എടുക്കുകയും തുടർന്ന് അപർണയ്ക്ക് ആ ഫോൺ കൊടുക്കുകയും ചെയ്യുന്നു. അപർണ പറയുന്നു അമ്മയോട്, അമ്മ ഈ ജവാദ് ഇപ്പോൾ ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്, അവൻ ഇപ്പോൾ വന്നൊരു പുതിയ ഫോൺ എനിക്ക് തന്നു, ഞാനത് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു എന്ന് അപർണ പറഞ്ഞു എന്നാണ് ഈ അമ്മ പറയുന്നത്. അപ്പൊ അമ്മ അപർണയോട് പറഞ്ഞു നീ പെട്ടെന്ന് വീട്ടിലോട്ട് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ അപർണ ജവാദിനെ മാറ്റിയിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്ന ഉടനെ ആണ് ഇത്തരത്തിൽ ജീവനൊടുക്കുന്നത് ഒടുക്കിയ സംഭവം ഉണ്ടായത്. ഈ സമയം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോലീസിന് മുൻപാകെ സമർപ്പിക്കാനും മൊഴി നൽകാനുമായിട്ടൊക്കെയാണ് വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ എന്തായാലും പോലീസിന്റെ അന്വേഷണം വരുന്നത് മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകി.